അടി അടി ടോർച്ചടി. ഒന്നും ചെയ്യത്തില്ല അത്. നിങ്ങൾ ടോർച്ചടി. അതല്ല താഴെ കൈ പോണ്. കടിക്കില്ല മേ. എനിക്ക് പേടിയാണ്. അതിന് താഴേക്കാണ് ജീവനുണ്ട്. ഇപ്പം കടിച്ചു കളി. കഷ്ടം നോക്കണേ. എന്തായാലും വിഷമിപ്പിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ കടിച്ച് തിന്ന് പകുതി കടിച്ച് തിന്നതിന് അതിൻ്റെ പകുതി വെച്ച് കടിച്ചു തിന്നോ. ഈ ക്യാറ്റ് ഫിഷുകൾ അങ്ങനെ ചാവത്തില്ലല്ലോ മേ. അതാണ് സംഭവം. എന്നാലും ഇതിൻ്റെ കൂടെ ഇനി ഒന്നിനെ ഇടാൻ പറ്റത്തില്ല. അതാണ് മെയിൻ കാര്യം. ആ കടിച്ച് മുറിച്ചേക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഷോൺനോസാണ്. എൻ്റെ കൈയുടെ ആ വലിപ്പം വരും. ഇതിൻ്റെ ബാലൻസ് എങ്ങനെ പോയാലും നമ്മുടെ ഇത്രയെങ്കിലും നീളം കാണും. ഈ ഒരു നീളം വരുന്ന സാധനത്തിൻ്റെ ഇത്രയും അത് കടിച്ച് തിന്നു. എന്നിട്ട് തൻ്റെ ഇവിടെ കിടന്നു ചത്തു. ഇനി ഇതിനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ഭീകരനെയാണ് ഞാൻ ഇതിനെ വളർത്തുന്നത്. അതാ പോണു. ഇതാണ് നമ്മുടെ വില്ലൻ. ഇവനാണ് ഷോൾനോസിനെ അടിച്ചത്. അതിന് ടോർച്ച് അടിച്ചാൽ കറക്റ്റ് അതിന് തന്നെ അടിച്ചാൽ എന്താ വയറ് വീപ്പിച്ച് അടിക്കുക വന്ന് കിടക്കുക. ഇന്നത്തെ സംഭവമാണിത്. നോക്കണേ. അത്യാവശ്യം ഞാൻ മറ്റേ ടാങ്കിൽ കൊണ്ടിട്ടിരുന്നതാണ്. പക്ഷേ അവിടെ ഫുഡ് എടുക്കാത്തതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു കൊണ്ടിട്ടതാണ്. ഈ ടാങ്കിൽ തന്നെയാണ് ഇവൻ വളർന്നുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നത് കൊച്ചിലെ തൊട്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്തിനാണ് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടെ. എന്തായാലും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ചെറിയ മീനുകളെയൊക്കെ പിടിച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ 3-4 ദിവസം കൊണ്ട് ഒരു എക്സാമിൻ്റെ ഇതായതുകൊണ്ട് ഞാൻ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വാലൊന്നുമില്ല. അത് ഇലയാണമ്മേ. അതിൻ്റെ വയറ് വീത്തിരിക്കുന്ന വയറ് നിറഞ്ഞിരിക്കുന്ന വെച്ചുകൂടെ ഇത് ടോർച്ച് അടിച്ച് പറിച്ചേക്കുന്നുണ്ടോ. അതാണ് കാണേണ്ടത്. ചത്ത് നോക്കിയാൽ ഇതിൻ്റെ ഇപ്പോഴും കടിച്ചോളാം. ഞാൻ കറക്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന ഇത് ചിലപ്പോൾ രക്ഷപ്പെട്ടല്ലേ. രക്ഷപ്പെടത്തില്ലായിരുന്നു. എന്തായാലും ഞാൻ ഇതിനെ നോക്കൂലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭീകരം അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മേല് വന്നിങ്ങനെ കുമ്പളടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. കാരണം നമ്മളിവിടെ നിൽക്കുന്നുണ്ടാ മേലോട്ട് കയറി വരാതിരിക്കുന്നത്.